ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എനിക്ക് പറ്റിയ ഫീൽഡാണോ, ചൈൽഡ് സൈക്കോളജി എനിക്ക് പറ്റിയ ഫീൽഡാണോ, ഡി അഡിക്ഷൻ മേഖല എനിക്ക് പറ്റിയ ഫീൽഡാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്, നമുക്ക് അസസ്മെന്റ്സിൽ നമുക്ക് ASD, ADHD, SLD അങ്ങനെ പല കേസസ്, നമ്മൾ ചൈൽഡ് കേസസ് നമ്മൾ കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവരോട് ഇടപഴകുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ചൈൽഡ് സൈക്കോളജി ഫീൽഡ് നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പറ്റില്ല എന്ന് വിചാരിച്ചവർക്ക് ഒന്നുകൂടി ഓക്കെ എനിക്കിത് പറ്റുന്ന ഫീൽഡാണെന്നുള്ളത് കൂടി മനസ്സിലാവും. ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ തൃശ്ശൂരിലൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് സെറ്റിംഗിൽ ഈ ഒരു സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പല പല സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലുള്ള ആൾക്കാരാണ് ഇവിടെ വരിക. അപ്പോ അവരുടെ ജീവിതങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഡിസോർഡറിനെ എങ്ങനെയാണ് അവരുടെ ഫാമിലി, എൻവിറോൺമെന്റ്, ഫ്രണ്ട്സ്, കൾച്ചർ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ ഒരു അസുഖത്തിലോട്ട് എത്തിക്കുന്നത്. ഒരു പേഷ്യന്റിന്റെ അസുഖം മാറ്റാനും ഇത്ര ഫാക്ടേഴ്സ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട്